സായിവേ നല്ല ഒന്നാന്തരം ട്യൂബ്ലൈറ്റ് വന്നിട്ടുണ്ട്. എന്ത് പ്രകാശം, എന്തു രുചി. 2 വെച്ചോട്ടെ. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 50 റുപ്യ, പിന്നെ ടോട്ടല് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സഹായിച്ച് നമ്മൾ ഒരു പരുവത്തിലാക്കും. ഒരു പേസ്റ്റ്, ഒരു സോപ്പും. പുതിയ താമസക്കാരാ, വീട്ടിൽ കയറി കൂടി അന്ന് തന്നെ ആ പട്ടാളം വന്ന് വരട്ടിയില്ലേ? ഒരു ദിവസം അയാൾ ഒരു ഇരുട്ടടിയെങ്കിലും അടിക്കൂട്ടെ. ഞാൻ പന്നി ജയിലിൽ നിന്ന് വന്നപ്പോ പഴയ ഹുങ്കൊക്കെ പോയിട്ടുണ്ടാവുന്ന കരുതിയേ. ഇതിപ്പോ എത്തിച്ചേർക്കന്നേ. സായിബേ, ഞാൻ പിന്നെ വരാട്ടാ. മോനൊന്നും കാര്യാക്കണ്ട. ഓൻ ഇവിടുത്തെ പ്രമാണിയാവണം, അതാ കാര്യം. അതല്ലാണ്ട് ഇവിടുത്തെ പൊറുപ്പൊന്നും കുഴപ്പമില്ലല്ലോ. സുകന്യ, ടൗണിൽ താമസിച്ചവർക്ക് ഇവിടെ സ്വർഗമല്ലേ സാഹിബേ? ഒരു തീപ്പെട്ടി ഓ. രാത്രി പിന്നെ നായശല്യം ഉണ്ടെന്നേ ഉള്ളൂ, അതിനുള്ള മരുന്ന് കയ്യിലുണ്ട്. ശല്യം പേപ്പട്ടിയുടെ കടിച്ച വിഷം ഇളകും. ഏയ് ഒന്നിക്ക. പട്ടാള അന്ന് പറഞ്ഞ കിറ് കൃത്യ. പോലീസുകാരൻ രാഘവന്നാർക്ക് പറഞ്ഞു വെച്ച പെണ്ണിനെ രാഖി രാമായണം കല്യാണ രാത്രി അടിച്ചുകൊണ്ട് പോയ രഘു തന്നെയാ ഞാൻ, അപ്പുവാശരുടെ മോൻ രഘോത്തമൻ. പിന്നെ തോക്ക് പിടിച്ച കൈയിനേക്കാൾ അരം കൂടും ഉളി പിടിച്ച കൈക്ക്. ഉന്തി നിക്കണതൊക്കെ ചെത്തി അങ്ങോട്ട് പോവും. ആയ് കലക്കി. നിന്നെയാടാ എനിക്ക് വേണ്ടത്. പലിശയുടെ പലിശയും കൂടെ കൂടി 2.5 ലക്ഷം കിടക്കുമ്പോ എന്റെ കണ്ണും വെട്ടിച്ച് വീടും വിറ്റുപോയ പണിക്കരെയും ചുളുവിന് സ്വത്തടിച്ചെടുത്ത നിന്നെയും കൂടി ഒരു നുകത്തെ കെട്ടി എന്റെ 10 പറക്കണ്ട 4 ജാല് പൂട്ടിക്കൂടാ ഈ പറയുന്നത്. ഓനെന്താ പിരാന്തുണ്ടോ? പണിക്കര് പറ്റിച്ചതിന് ഇയാളെന്ത് പേച്ച്? പിഴച്ചത് പണിക്കർക്കാ. ആ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയ ആശാരി ചെക്കൻ താനാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പണിക്കർക്ക് ഈ ചതി പറ്റില്ലായിരുന്നു. ഏമാന്റെ ഉപ്പും ചോറും ആയി ശരീരം. ഒരേമാനും അടിയനും. തന്റെ ഏമാൻ രാഘവന്നാടെ വീരസിംഗക്കാനല്ല ഞാൻ വന്നത്. എനിക്ക് തന്ന ഭൂമിയുടെ മുകളില് താൻ പട്ടാളം പറവിന് പണം കൊടുക്കാനുണ്ടോന്ന് എനിക്കറിയേണ്ടത്. നിങ്ങളൊന്നും ഉണ്ടാണ്ട് പോയെ, മനുഷ്യരുടെ പണിയുണ്ട്. ആശാരിയുടെ ഉള്ളി കൊണ്ട് പുറംചൊറിയണ്ട. പറമണിക്കരെ, എത്ര കടമുണ്ടായിരുന്നു? ദൈവേ, ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തരാ. സാറിനറിയോ, പറയുന്നതിന് എന്നോട് പകയാ. അയാളുടെ ഭാര്യ മരിച്ച കേസിൽ സാക്ഷി പറയാൻ കയറിയപ്പോ നാവ് പിഴച്ചതാ കാരണം. അതുകൊണ്ട് അയാൾക്ക് സ്ത്രീപീഡനത്തിന് ശിക്ഷയും കിട്ടി. ഇനിയിപ്പോ അവിടെ താമസിച്ച പെശകാന്നുള്ളതുകൊണ്ടാ ഞാൻ വീട് വിറ്റത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആധാരത്തിന്മേ കടം ഉണ്ടെങ്കിൽ ഭൂമി റേഷാക്കാൻ പറ്റുമോ? ആൻ്റപ്പാ, നിന്റെ ഇളയപ്പനുള്ള പോത്തെ ഞാൻ ആണ്. നിനക്ക് ആരടാ തിന്നാൻ തരണേ? ഇളയപ്പൻ. സംശയം ഉണ്ടാ? ഇല്ലല്ലോ. പിന്നെ നീ എന്തിനാ നാട്ടുകാരുടെ കോണഞ്ഞിന് നടക്കണ ശവ്യേ? നമ്മുടെ പണിക്കരുടെ വീട്ടിൽ വന്ന പുതിയ താമസക്കാരില്ലേ, എന്തുട്ടാളുടെ ജോലി മറന്നൂലോ? ഹാൻഡിക്രാഫ്റ്റേ, നല്ല ആൾക്കാരാ. നമ്മളായിട്ടൊരു ഉപകാരം കണ്ട് ചെയ്താ അത് കർത്താവ് കാണും. ഇല്ലപ്പാ? ആൻ്റപ്പാ, നിന്റെ തൊഴിലിപ്പ് എന്താ? ഓപ്പറേറ്റർ. കോപ്പറേറ്റീവ്? ചക്ക ഓപ്പറേറ്റർ. ചക്കാട്ടേ. അത് ശരി. ആന്റപ്പം പരോപകാരം എന്ന് പറഞ്ഞാല് ആർക്കാ അതിന്റെ ഗമാന്ന്? ശരിയാണല്ലോ. ആർക്കാ ആൻ്റപ്പാ? ഇളയപ്പന്നെ. ഇളയപ്പനെ കിട്ടുന്ന പേര് ഞാനായിട്ട് കളയൊരു ചങ്ങയെ. അപ്പൊ നീ ഹാൻഡിക്യാപ്റ്റിന് ഉപകാരം ചെയ്തിട്ട് ഇളയപ്പന് പേരുണ്ടാക്കാൻ പോവാ? ചാണം പറക്കി ഒരൊറ്റ പൂശുണ്ടല്ലോ, വാൾപോസ്റ്റ് ഒട്ടിച്ച മാതിരി ഉണ്ടാവും. നല്ല എന്നാലും കമ്പ്യൂട്ടറിൽ എണ്ണേട്ടുന്ന കാലത്ത് കാണാൻ വേണ്ടി ചക്കാട്ടായി നടക്കാന യോഗം. ഇങ്ങനെ ഒരു ഇളയപ്പണ്ടായാ മതിയിലോ. നമസ്കാരം സാർ. ആരാ? ഞാൻ രഘുത്തമൻ, മദ്രാസ് ബ്രാഞ്ചിൽ നിന്ന് ഇവിടേക്ക് ട്രാൻസ്ഫർ വാങ്ങി വന്നതാ. MD വിളിച്ച് പറഞ്ഞിരുന്നു. അല്ല, ജോയിൻ ചെയ്യാൻ എന്താ അത്ര അമാന്തം? തന്നെ എഴുന്നള്ളിക്കാൻ ആന അമ്പാരിയെ ഏൽപ്പിക്കണോന്ന് വിചാരിക്കായിരുന്നു ഞാൻ. കമ്പനിക്ക് നല്ലൊരു ഓഫർ കിട്ടിയിരിക്കണു. തന്നെ കൊണ്ട് ചെയ്യിക്കാൻ മദ്രാസ് നിങ്ങളുടെ ഓർഡർ അയച്ചെടുക്കണം. ഒബ്രായ് ഗ്രൂപ്പിന്റെ ഇന്റർനാഷണൽ 5 സ്റ്റാർ ഗ്രൂപ്പാ. അവർക്ക് നമ്മുടെ ശൈലിയിൽ 6 പീസ് ദാരുശില്പങ്ങൾ വേണം. ഫസ്റ്റ് ഓർഡർ, ബാക്കി പുറകെ. തുടങ്ങിക്കോ, വേഗം ചെയ്തു കൊടുക്കേണ്ടതാ. 3 പീസ് താൻ ചെയ്യണം, 3 പീസ് മദ്രാസിൽ തന്നെ ചെയ്യും. താൻ കൊടുത്ത ഡിസൈൻ അവർ സ്വീകരിച്ചെടുക്കണത്. അതില്
ഞാൻ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്നാ ഒപ്പിട്ടിട്ടാണ് തുടങ്ങിക്കോളാ. പിന്നെ ഈ വർക്കേഴ്സ് ഓഫീസിൽ വന്നിരുന്ന് നിരങ്ങണ പതിവൊന്നും ഇവിടെ ഇല്ല. എടോ വിക്രമൻ നമ്പൂരി, താൻ ഈ മുറുക്കിത്തപ്പെട്ട കാശേ വർക്കേഴ്സിന്റെ അധ്വാന. താൻ ഇവിടെയുള്ളവരെ മാക്സിമം പിഴിയുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ പറഞ്ഞേ. പിന്നെ അഡ്വാൻസ് 10,000 പാസ്സാക്കാൻ പറഞ്ഞിരുന്നു. അത് കയ്യിലിട്ട് തിരിക്കാണ്ട് തന്നോളൂ. ഇവിടെ അഡ്വാൻസും കോപ്പൊന്നുമില്ല. ഇന്നോട് അതൊട്ട് പറഞ്ഞിട്ടുമില്ല. ഞാൻ പറഞ്ഞ പോലെ ഒപ്പിട്ട് പണിയാൻ പറ്റില്ല അച്ഛാ. ഇവിടെ പണിയണ്ട വെച്ചോളൂ. വേറെ ആളില്ലാണ്ട് കമ്പനി പൂട്ടൊന്നുമില്ല. ഹൈ, രഘുവാണ്, MD കൊടുക്കൂ. നമസ്കാരം സാർ. ഓഫീസിൽ നിന്ന് വിളിക്കുകയാണ്. ഇവിടെ ഒരു പെരട്ട കോളാമ്പിയാണല്ലോ സാർ. അയാളുടെ മുമ്പിൽ വെച്ച് തന്നെ അങ്ങനെ പറയൂ. പുറത്ത് പോയേക്കണം. അത് ശരി, ഇതാ വരണുണ്ട്. കാര്യങ്ങൾ സാറ് തന്നെ പറയുക. എന്നെ ഭരിക്കണ്ടെന്ന് പറഞ്ഞേക്ക്. പണം വേണം, മറക്കണ്ട. ഇതാ കൊടുക്കാം. സാർ. യെസ് സാർ. സാർ കൊടുത്തോളാം. എഴുതി വാങ്ങിച്ചോളാം. ശരി സാർ. താന്നെ കുരങ്ങ് കളിപ്പിക്ക. ആശ്ചര്യകരം. 1.5 ലക്ഷം റുപ്യ കമ്പനിക്ക് കടമുള്ളവന് പിന്നെയും പണം കൊടുക്കുക. MD പേഴ്സണൽ റിസ്ക് എടുത്ത് വീടും പറമ്പും വാങ്ങിക്കാൻ തന്ന പണത്തിന്റെ കാര്യം പറഞ്ഞത്. അത് ഞാൻ ബോർഡിന് കംപ്ലൈന്റ് ചെയ്യും. നോക്കിക്കോ. ആവട്ടെ. ഒപ്പം തന്നോട് ഇപ്പൊ എഴുതിച്ചു വാങ്ങാൻ പറഞ്ഞില്ലേ? ഞാൻ വാങ്ങിയ 1.5 ലക്ഷത്തിന്റെ സെക്യൂരിറ്റി ബോണ്ട്. അത് ഞാൻ ഒപ്പിട്ട് തരണില്ല എന്നും എഴുതിക്കോ. താൻ ആദ്യം തുപ്പിയിട്ട് വായ എങ്ങോട്ട് കഴുക. ഹലോ, എന്താ പേര്? രാജേഷ്. ഹലോ. അപ്പൊ ജോയിൻ ചെയ്തോ? നന്നായിണ്ട്. എന്താ പേര്? ഈർക്കിൽ കൊട്ടാരം. നിങ്ങളുടെ പേരാ ചോദിച്ചത്. എന്നെ എല്ലാരും അങ്ങനെ വിളിക്ക. അത് ശരി. ശരി. തന്നെ തെരഞ്ഞു വരാതിരിക്കായിരുന്നു. എന്തത്ര വൈകി? അവിടുന്ന് വരാൻ അല്പം സമയമെടുത്തു. മദ്രാസിൽ തീർത്തു കൊടുക്കേണ്ട ചില ജോലികളുണ്ടായിരുന്നു. ആധാരം ഞാനിപ്പോഴാ വാങ്ങിയത്. ഇതാ. ആധാരം മേടിച്ച് പണം തന്നേന്നാ ബോർഡ് മീറ്റിംഗിൽ പറഞ്ഞേ. ഒരു സെക്യൂരിറ്റി ഇല്ലാണ്ട് തന്നു പറഞ്ഞ പ്രശ്നമാണേ. 2 ലക്ഷം രൂപയുടെ കാര്യ. ഇന്നും കണ്ടില്ലാച്ചാ അങ്ങോട്ട് വരാതിരിക്കായിരുന്നു. ഉയ്യോ, ചതിക്കല്ലേ. ഗോപി വന്നാൽ തന്നെ പലിശയ്ക്ക് പണം കൊടുത്താൽ ഞാൻ വീട് വാങ്ങിയെന്ന് എല്ലാവരും അറിയും. ഞാൻ വീട്ടുകാരോട് പോലും പറഞ്ഞിട്ടില്ലേ. വലിയ ഉപകാരം. ദാ, ഈ മാസത്തെ അടവ് എല്ലാം കൃത്യമായിരിക്കും. ഇറങ്ങട്ടെ? ശരി. ഞാനൊരു കൂട്ടം പറയാനിരിക്കുക. ഞാനും ഒരു കൂട്ടം പറയാനിരിക്കുക. എന്നാ പറ. നീ ആദ്യം പറ. ഇതൊക്കെ ഒന്ന് നേരെയാക്കി എടുക്കണം. നാട്ടിലേക്ക് മടങ്ങണമെന്ന് പറഞ്ഞപ്പോ തൊട്ടുള്ള മോഹ. എന്നിട്ട് വേണം നമുക്ക് കൊട്ടും പാട്ടും കൂത്തുപാട്ടൊക്കെ ഇങ്ങനെ കഴിയാൻ. എന്താ? കളിയാക്കണ്ട. രഘുട്ടന് എല്ലാ സന്തോഷവും ഉണ്ടല്ലോ. കച്ചവടാണെങ്കിലും കൊത്തുപണി ശില്പമൊക്കെ ആയിട്ട് രസാവും. നിക്കാണെങ്കിൽ ഒരു എന്റർടൈൻമെന്റും ഇല്ല. നമുക്ക് ഇവിടെ തന്നെ 4 കുട്ടികളെ കിട്ടിയ ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു. രഘുവേട്ടന് ഒരു സഹായമായില്ലോ. അത് ഞാൻ പറയാൻ വന്നതാ. ഓഹോ, അപ്പൊ നൃത്ത ക്ലാസ് തുടങ്ങാം അല്ലേ? നല്ല ദിവസം നോക്കി രഘുവേട്ടന്റെ കൈകൊണ്ട് വിളക്ക് കൊളുത്തി തുടങ്ങാം. ആ ജീജയ്ക്കും കൂട്ടുകാർക്കും താല്പര്യമാണ്. അമ്പടി കള്ളി. അപ്പൊ എല്ലാം അന്വേഷിച്ചെടുക്കണം. നമ്മൾ ഇങ്ങനെയൊക്കെ ആയത് എങ്ങനെയാന്ന് ഓർമ്മയുണ്ടോ? എങ്ങനെയൊക്കെ? കണ്ടുമുട്ടിയതും പ്രേമിച്ചതും ഓടിപ്പോയതൊക്കെ ഇല്ലല്ലോ. ഉണ്ടാവില്ല. ആണുങ്ങൾ അങ്ങനെയാ. ഇനി കുറച്ചു കഴിഞ്ഞ എന്നെ മറക്കും. ഏയ്,
എടേ നിങ്ങൾ ഈ വീട് വാങ്ങിയെന്ന് കരുതി ഈ ഭൂമി ലോകം കീഴ്മേറി പറിക്കാതൊന്നും വിചാരിക്കണ്ടേ. ഇവിടെ വേറെ ആൾക്കാരുണ്ട്. അവിടെ ഒരു ഒരു പൂശിയാ പൂശും, കൊറേ കിണിഞ്ഞോളും. ഈ പടി അവിടുന്ന് അയലക്കത്തുള്ളവർക്ക് സമാധാനായിട്ട് താമസിക്കണം, മനസ്സിലായോ? കന്നാലികള്. നീ കഴിവറ പോലെ നിനക്ക് ആരാണ് ഇവിടെ കൂത്താടാൻ ലൈസൻസ് തന്നത്? നാക്കിറങ്ങി പോയാടി. എന്തിനാ നമ്മളെ വഴക്ക് പറയണച്ചാ? അത് കള്ളു കുടിച്ചിട്ടല്ലേ? പണ്ടച്ഛനും കള്ളു കുടിക്കായിരുന്നു, എന്നിട്ട് വഴക്ക് പറയാറില്ലല്ലോ. ഈയിടെ തെമ്മാടി. എടാ എങ്ങനെ ദേ ഇവനെ വിളിച്ചോണ്ട് പോക്കോ, എല്ലാം ഇവിടെ ഇപ്പൊ ഇടി ഉണ്ടാവും. ഈ ചെക്കൻ അച്ഛനെ ശല്യപ്പെടുത്തരുത് കുട്ടി. മരത്തി കൊത്താനുള്ള അച്ഛൻ വരയ്ക്കല്ലേ. വാടാ കൂടി. ആ ആ എന്ത് പറ്റി? ഒരാള് പിന്നപ്പുറത്ത്. ആര്? അറിയില്ല. ഇവിടെ വല്ല നായായിരിക്കും, ആളാൻ തോന്നിയതാണ്. എത്ര വട്ടായി ഞാൻ പറയണു ആ ഉമ്മർത്തെ വാതിൽ ശരിക്കും അടയുന്നില്ലാന്ന്. നായെ കണ്ട പേടിക്കണവർക്ക് വാതിൽ ശരിയൊക്കെ പേടി മാറുമോ? ഇങ്ങനെയായാലും എങ്ങനെയാ ഒറ്റയ്ക്ക് ജീവിക്കേണ്ട അവസ്ഥ എങ്ങനെ വന്നാ? അതിന് രഘുട്ടൻ എങ്ങട്ടാ പോണത്? ശേ, വെറുതെ പറഞ്ഞല്ലേ പൊന്നെ. വാ. കഴിഞ്ഞ ഒറ്റ മിനിറ്റ്. ആ ഇവിടെ ആരുമില്ലേ? ദാ കിടക്കണ്. ഈശോയെ 7-ാം മുദ്ര തുറന്നിരിക്കോ? വാതിലുകൾ താനെ അടയും തുറക്കുകയും ചെയ്യുന്നല്ലേ പറഞ്ഞേക്കണേ. എന്നിട്ട് ഇവിടെ വാതിലുണ്ടോ? ദാ കിടക്കണ്. എടാവേ ആ എണ്ണക്കുപ്പി എടുത്തേൻ. ഈശോയെ ഞാൻ എന്തൊട്ടേ കാണണേ? വാതില് തുറക്ക ഓപ്പണാവാ, തുറക്ക ഓപ്പണാവാ, തുറക്ക. കഴിഞ്ഞു. ബന്ധുറ്റകളാവും നോക്കിണ്ട് നിൽക്കണേ. പോയി എണ്ണക്കുപ്പി എടുത്തോണ്ട് വരാൻ. കാര്യങ്ങള് നന്നായിണ്ട് കേട്ടോ. ഒരു ചൂരും ചുണയുള്ള ആൺകുട്ടി മുക്കിൽ ആവശ്യണേ. ആന്റെ ഒപ്പം പറഞ്ഞു കേട്ടോ. അപ്പൊ ഹാൻഡിക്രാഫ്റ്റ് ആണല്ലേ? ഹൈ ജോലിയേ? അത് ശരി, ഹാൻഡിക്രാഫ്റ്റ്, കരകൗശലം. എന്തുട്ട് കൗശലാച്ചാലും നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പാശാരൻ എനിക്ക് നന്നായിട്ട് അറിയാടോ. ഒരു ജമ്മാർന്നു. മരത്തില് ഊളിയാ പിടിച്ച അഴകല്ലേ കൊത്ത. പാവം തമ്പുരാൻ നേരത്തെ അങ്ങോട്ട് വിളിച്ചു. കിടാവിന്റെ പേരെന്താ? കിടാവിന്റെയോ? അങ്കിൾ എന്നെ കൊറേ വട്ടായിട്ടോ കിടാവ് കിടാവെന്ന് വിളിക്കണു. ഞാനെന്താ പശുവിന്റെ കുട്ടിയാ? കിങ്ങിണി അല്ലെങ്കിൽ സായോജാന്ന് വിളിച്ചോ. കിടാവ് കൊള്ളാലോ, മിടിക്കോ. പൗലോളപ്പം ടൗണിലേക്കാ? ആ, എന്റെ കൂടെ പോന്നോളൂ. ആ
ഞാൻ ഇതുവരെ ഈ കുന്ത്രണ്ടത്തുമ്പോ കേറിയിട്ടില്ലേ. വാ പിടിച്ചാ